ഹലോ, തൃശ്ശൂർ നല്ല മഴയാണ് കേട്ടോ. പറമ്പിൽ കുറേ ചീര അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായി. മഴയൊന്ന് തോർന്നപ്പോൾ പറമ്പിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ചീരയൊക്കെ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഈ ഒരു ചീര കണ്ട, ഇതിൻ്റെ ആ ഉള്ളിൽ ഒരു ഡബിൾ കളർ തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഈ ഒരു ചീരകളെയൊന്നും പുഴുശല്യം വല്ലാതെ ബാധിച്ചിട്ടില്ല. പിന്നെ ഈ മഴയൊക്കെ ആയാലും ഞാൻ പയർ നട്ട് നോക്കിയിട്ടുണ്ട്, നന്നാവോന്ന് അറിയില്ല കേട്ടോ. അതേ ഇപ്പോൾ പച്ചച്ചീരയുണ്ട്, കുറച്ച് ചുമന്ന ചീരയുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഇട്ടിട്ട് കറി വയ്ക്കാനേ പറ്റുള്ളൂ, അതിനുള്ള ചീരയുള്ളൂ. പരിപ്പിട്ട് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഇത് വേറെ സ്ഥലത്ത് കുറച്ച് നട്ടു കൊടുത്തായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തലയും ഒന്ന് ഒടിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ടോപ്പിലേക്ക് കയറി മുറിച്ചെടുക്കുമ്പോൾ പിന്നെ നിറയെ ബ്രാഞ്ചസ് വരുന്നുണ്ട് കേട്ടോ. കോവയ്ക്ക് പൊട്ടിക്കാറായിട്ടുണ്ട്, അപ്പോൾ അതും പൊട്ടിച്ചെടുക്കാനുണ്ട്. കുറച്ച് ആവണത് കുറേശ്ശെ പൊട്ടിച്ച് വെക്കും കേട്ടോ. അത്രയ്ക്ക് നമുക്ക് അത്ര അധികം ഉണ്ടായി തുടങ്ങാൻ പോകണുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നാൾ നമ്മൾ ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ചീരക്കട ഞാൻ കാണിച്ചു തന്നില്ലേ, അപ്പോൾ അതിൽ നമ്മൾ ഇതിൻ്റെ തല അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ നിറച്ചും ബ്രാഞ്ചസാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെയും പുഴുശല്യം വന്നിട്ടില്ല ഇതുവരെ, ഇനി വരാണ്ടിരിക്കട്ടെ. ഇവിടെയും കുറച്ച് ടെറസിലും കുറച്ച് പയറൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാനിപ്പോൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചത് കേട്ടോ. ഇത് നമ്മൾ കോഴികളെ വളർത്തുന്നുണ്ടല്ലോ, അപ്പോൾ കോഴിക്കാഷ്ടം ചൂട് കളയാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ച് വെച്ചാണിതാ. അതിങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ആ തെളിയുണ്ടല്ലോ, തീരെ നേർപ്പിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. അതൊക്കെയാണ് ഇവർക്ക് വളമായിട്ട് കൊടുക്കണേ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മണ്ണിൽ ഈ കുത്തലും മാന്തലൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആയിരിക്കില്ല ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു തൈ നട്ട് അതിൽ നിന്ന് ഇങ്ങനെ വിളവെടുപ്പൊക്കെ നടത്തുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് ഒരു ദിവസം പോലും ഇവരുടെ അടുത്തൊന്ന് വന്ന് ഇതിനൊക്കെ ഇങ്ങനെ തൊട്ട് തലോടി പോയില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ആ ഒരു ചീരയിൽ നിന്ന് എനിക്ക് 3-4 ബ്രാഞ്ചസ് കിട്ടിയിട്ടാ. ഇനിയിപ്പോൾ ഇതൊരു കുറച്ച് പരിപ്പിൽ ഇട്ട് വെക്കാവുന്ന അത്രയും നമുക്കൊരു പിടിയാണ് കിട്ടിയിട്ടുള്ളൂ. എന്നാലും അത് ഭയങ്കര സന്തോഷമല്ലേ, നമ്മൾ ഫ്രീ ടൈമിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്കതിൽ നിന്ന് ഇങ്ങനെ ഒരു പിടിയായാലും കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് നാടൻ പേരയ്ക്കാണ്, നിറച്ചുണ്ടായിട്ടുണ്ട് കണ്ട. പിന്നെ ഇതിലിങ്ങനെ പഴുത്ത് കഴിയുമ്പോൾ പുഴു വരും. അപ്പോൾ ഒരു മഞ്ഞ കളർ വരുമ്പോഴേക്കും ഞങ്ങൾ പൊട്ടിച്ചെടുക്കും കേട്ടോ കാണണത്. പിന്നെ കുറേയൊക്കെ അതും ഇതൊക്കെ തിന്നൊക്കെ പോവും. പിന്നെ ഈ ഒരു മുരിങ്ങ മരത്തിൽ കണ്ട, ഇതിലും കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോവയ്ക്ക. അപ്പോൾ അതേ ഒരാളിവിടെ ഉണ്ടായി കിടക്കണേ. ലഞ്ചിന് ഓരോരുത്തർ വരാറായപ്പോഴേക്കും ചീരയൊക്കെ കറിയാക്കിയിട്ടാ.